ഹലോ അസ്സാം വലൈക്കും. അങ്ങനെ ഫസ്റ്റ് ഡേ റംദാൻ്റെ നോമ്പ് എല്ലാവരും തുറന്നു അല്ലേ. അപ്പോൾ എന്തായാലും ഈ ഒരു റംദാനിന് നമ്മൾ നല്ല ചൂടായതുകൊണ്ട് നമുക്ക് ഒരു സ്നാക്സും കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. ശരിക്കും പറഞ്ഞാൽ തണുത്തത് മാത്രം മതി. അത് തന്നെ കുടിച്ചാൽ നമുക്ക് വയറ് ഫുള്ളാവും. പിന്നെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ടിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആക്കിയെടുക്കണ്ടേ. അതുകൊണ്ട് ഞാൻ റംദാൻ ഫസ്റ്റ് 2 സ്നാക്സ് മാത്രമേ ആക്കിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ കുടിക്കുന്ന ഒരു ജ്യൂസും ആക്കി. അപ്പോൾ ഏതായാലും അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്തെന്താ വെച്ചാൽ നമ്മൾ എരിവുള്ള സ്നാക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി, അതിലേക്ക് 2 പച്ചമുളക്, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന ഒരു ജ്യൂസ്, ഒരു വെറൈറ്റി ജ്യൂസ് തയ്യാറാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് വേണമെങ്കിൽ ഒരു ഐസ്ക്രീം ജ്യൂസ് എന്ന് പറയാം. ഐസ്ക്രീം ഇല്ലാത്ത ജ്യൂസ് കേട്ടോ, അങ്ങനെയും പറയാം. അപ്പോൾ ഇത് അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കസ്കസ് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു സ്നാക്കിലേക്ക് നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങ് നന്നായി വേവിച്ചത് വേണം കേട്ടോ. അതൊന്ന് ഉടച്ചിട്ട് അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് ചിക്കൻ മസാല, ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് തക്കാളി നമ്മൾ അരിഞ്ഞ് ഇട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ലാസ്റ്റ് ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളി വഴറ്റുന്ന സമയത്ത് തന്നെ വേണമെങ്കിൽ തക്കാളി ഇട്ട് കൊടുക്കുക. അപ്പോൾ തക്കാളി പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും എന്നുള്ളതുകൊണ്ട് കേട്ടോ ഞാനത് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അതിന് പിന്നെ ആവശ്യമുള്ളത് ബ്രെഡാണ്. അപ്പോൾ ഈ ബ്രെഡിൻ്റെ 4 സൈഡിലുള്ള ആ ബ്രൗൺ കളറിലുള്ള ആ സ്ലൈസ് അങ്ങോട്ട് മുറിച്ചെടുക്കണം. മുറിച്ചെടുത്ത ആ സ്ലൈസ് നമ്മൾ ഒഴിവാക്കരുത് കേട്ടോ. അത് നമുക്ക് ഈ ഒരു സ്നാക്കിലേക്ക് ആവശ്യമുണ്ട്. എന്നിട്ട് ആ ഒരു സൈഡ് ഭാഗം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രെഡ്, പിന്നെ അതുപോലെ തന്നെ മൈദപ്പൊടിയിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് അതൊന്ന് മിക്സ് ആക്കി എടുക്കുക. പിന്നെ കുറച്ച് വെള്ളം ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഈ ബ്രെഡിൻ്റെ സൈഡ് ഭാഗം ക്രഷ് ചെയ്തതാണ്. പിന്നെ ഇതാ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച മസാലയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ബ്രെഡ് നമ്മൾ എടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് അതൊന്ന് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ പിഴിഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ബ്രെഡ് മുറിഞ്ഞു പോവാതെ നോക്കുക. അപ്പോൾ ബ്രെഡ് വാങ്ങുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അത്യാവശ്യം കട്ടിയുള്ള എന്നാൽ പൊടിഞ്ഞു പോകാത്ത തരത്തിലുള്ള ബ്രെഡ് വാങ്ങാൻ നോക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ആ ഒരു ഫില്ലിങ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ വാങ്ങിയ ബ്രെഡും അത്യാവശ്യം സോഫ്റ്റായ ബ്രെഡായിരുന്നു. പിന്നെ ഞാനത് ശ്രദ്ധിച്ച് ചെയ്തുകൊണ്ടിട്ട് വേറെ പ്രശ്നമൊന്നും വന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങളും ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി എന്നുള്ളൂ. അപ്പോൾ ഈ ബ്രെഡ് ഞാൻ എടുത്തിട്ട് അതിലേക്ക് ഈ ഫില്ലിങ്സ് ഇട്ട് കൊടുത്തിട്ട് ഈ മൈദപ്പൊടിയുടെ ബാറ്ററിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ആ ബ്രെഡ് ക്രംസിലും കൂടി ഡിപ്പ് ചെയ്തെടുത്തിട്ട് നന്നായി കവർ ചെയ്തെടുത്തിട്ട് അത് മാറ്റി വെക്കാം കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ ഈ മൈദപ്പൊടിയിലും പിന്നെ വെള്ളത്തിലും കൂടി ഡിപ്പ് ചെയ്തെടുക്കുമ്പം അത് സോഫ്റ്റായിട്ട് മുറിഞ്ഞു പോകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ മൈദപ്പൊടിയിൽ മാത്രം ഡിപ്പ് ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്നാക്ക് എന്ന് പറഞ്ഞാൽ അടിപൊളി സ്നാക്ക്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഞാൻ ഇതിന് ഇത്തിരി എരിവ് കുറച്ചിട്ടാണ് ഉണ്ടാക്കിയത്. കാരണം ഇവിടെ കുട്ടികൾ അത്ര എരിവൊന്നും കൂട്ടില്ല കേട്ടോ. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ചെറിയ തോതിലെ എരിവ് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം എരിവ് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്തെങ്കിലും ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു പാക്കറ്റ് പാൽ വേണം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ആളുകൾ കൂടുതലുള്ളതനുസരിച്ച് പാലെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പാക്കറ്റ് പാലിലേക്ക് 4 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രിങ്കിനെ നമുക്ക് വേണമെങ്കിൽ ഐസ്ക്രീം ജ്യൂസ് എന്നൊക്കെ പറയാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഒരു ഐസ്ക്രീമിൻ്റെ ഒരു ഫ്ലേവർ തരും. എന്നിട്ട് നന്നായി ഒന്ന് കുറുക്കി എടുത്തിട്ട് അത് നമ്മൾ തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുക. അതിനുശേഷം ഞാൻ ഇവിടെ ഒരു സ്നാക്ക് കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ മധുരത്തിലട്ടത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് പഴവും പിന്നെ അതിലേക്ക് കുറച്ച് പഞ്ചസാരയും പിന്നെ 2 ഏലക്കായ കൂടി ചേർത്തിട്ട് അതൊന്ന് നന്നായി മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ പഞ്ചസാര ചേർക്കുമ്പോൾ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം അധികം പഞ്ചസാര ആയി പോകണ്ട, കാരണം പഴത്തിന് ഓൾറെഡി മധുരം ഉണ്ടാവുമല്ലോ. പിന്നെ അത് ആവശ്യത്തിന് ഉപ്പും പിന്നെ അതിലേക്ക് കുറച്ച് ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ട് അധികം കട്ടയില്ലാതെ ഒന്ന് നന്നായി മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഓവർ തിക്കായിട്ടാണുള്ളതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. അധികം വെള്ളം ആയി പോകരുത്, കുറച്ചൊരു തിക്നെസ്സിൽ തന്നെയാണ് ഈ ഒരു ബാറ്റർ വേണ്ടത് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഈ ജ്യൂസിലേക്ക് വേണ്ട ക്യാരറ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം കുറച്ച് മാത്രം മതി കേട്ടോ, ക്യാരറ്റ് ഓവറായി പോകണ്ട. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ഫ്രൂട്ട്സ് ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഈ ഗ്രേപ്സ് ഉള്ളതുകൊണ്ട് ഞാൻ അതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരം ഇപ്പം ചേർക്കുന്നതിനെക്കാട്ടി നല്ലത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കില്ല, അതിനുശേഷം മധുരം ചേർക്കുന്നതാണ് നല്ലത്. പൊതുവേ തണുത്ത് വരുന്നതനുസരിച്ച് ജ്യൂസിൻ്റെ മധുരം കുറഞ്ഞു പോകാൻ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ ഐസിൻ്റെ ക്യൂബ്സ് ഒക്കെ ഇട്ട് കൊടുക്കില്ല, അപ്പം പിന്നെയും അതിന് മധുരം കുറഞ്ഞു പോകും. അപ്പോൾ ഈ തണുപ്പിച്ചെടുത്തതിന് ശേഷം മാത്രം നമ്മൾ മധുരം ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത്. പിന്നെ ഞാൻ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ചിയാ സീഡിലെ കസ്കസ് അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഈ പഴത്തിൻ്റെ ബാറ്റർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ നമ്മുടെ പഴംപൊരിയിൽ നിന്ന് ഇതൊരു വ്യത്യാസമായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ പഴംപൊരി നമ്മൾ ഈ മൈദയിൽ ഡിപ്പ് ചെയ്തിട്ടാണല്ലോ പൊരിക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തിട്ട് പൊരിക്കുന്നതെന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അധിക പണിയൊന്നുമില്ല, വളരെ എളുപ്പമാണ് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ നമ്മളിത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ തന്നെ നിന്നിട്ട് അത് കുക്കാക്കി എടുക്കാൻ നോക്കട്ടോ. അത് അവിടെ നമ്മൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. എനിക്കൊരു പറ്റിയിട്ട് അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ ആ ഷോർട്ടിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തോ ഒരു പാളിച്ച പറ്റിയിട്ടുണ്ടെന്ന്. കാരണം കുട്ടികളുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു കൂടെ അങ്ങനെ പോകണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ.
അപ്പോൾ എന്തായാലും നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചോളി. അതിനുശേഷം ഞാനത് നമ്മുടെ ബ്രെഡിൻ്റെ സ്നാക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും വളരെ എളുപ്പമായിട്ട് ചെയ്തെടുക്കാനായിട്ട്, പിന്നെ ആണെങ്കിൽ നല്ല രുചിയുള്ള സ്നാക്ക് കൂടിയാണ്. അങ്ങനെ തണുത്തതിന് ശേഷം ഞാൻ നമ്മുടെ ഡ്രിങ്ക് എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിത് ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ നമ്മൾ ഈ കസ്റ്റാർഡ് പൗഡറൊക്കെ ഇടുമ്പോൾ അതിന് ഒരു ഐസ്ക്രീമിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുമല്ലോ. പക്ഷേ അത് എൻ്റെ മനസ്സിലുണ്ടായെന്നല്ലാണ്ട് ഞാൻ മക്കളോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ മോനസ് കുടിച്ച് കഴിഞ്ഞ പാടെ തന്നെ പറഞ്ഞു ഇതിന് ഒരു ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ കേട്ടോ. പക്ഷേ ഞാനത് അവന് പറയുന്നുള്ളത് തീരെ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഉദ്ദേശിച്ചത് എവിടെക്കോ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് എന്നുള്ളത്. എന്തായാലും ഈ ഒരു ഡ്രിങ്കും കൂടി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് നമ്മൾ ഐസ് കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ സംഭവം സെറ്റ് തന്നെയാണ് കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ ഈ 2 സ്നാക്സും പിന്നെ ഒരു ജ്യൂസും മാത്രം ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. കാരണം ഞാനും മക്കളുള്ളല്ലോ. കാണുന്നുണ്ടെങ്കിൽ നോമ്പ് തുറക്കാനുണ്ടായിരുന്നില്ല കേട്ടോ. ഒക്കെ ചെറിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ പോയി. പിന്നെ ഞാനും കുട്ടികളും മാത്രമല്ല. അപ്പോൾ നമുക്ക് ഇതന്നെ ധാരാളമാണ്. പറ്റുന്നവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.